അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഹുബ്ബിയദി കല്ലത്ത ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മയോടൊപ്പം നിൽക്കാനുമുള്ള ഒരു തൗഫീഖ്, സന്മനസ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ട്. മുത്തുനബി തങ്ങളെ നിങ്ങൾക്കറിയോ? ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിക്കാറില്ല. തന്നെ എതിർത്തവരെ, തന്നെ ഉപദ്രവിച്ചവരെ, തന്നെ വധിക്കാൻ വന്നവരെ, തന്നെ പലതരത്തിൽ തന്നെ വേണ്ടാത്തരം വിളിച്ചവരെ ഒന്നും പുണ്യ റസൂലുള്ളാഹി തങ്ങൾ അവരെ ആക്ഷേപിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരുടെ നാശം ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ പുണ്യ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് വിഭാഗം ആളുകളെ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ലഅന എന്നുള്ള ഒരു രീതിയിൽ പുണ്യ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാ റസൂലുള്ളാഹി തങ്ങൾ? ഒന്നും കൂടെ പറയട്ടെ. പരിശുദ്ധ മക്കയിൽ കഅബാലയത്തിൻ്റെ അടുക്കൽ സുജൂദിലായി കിടക്കുന്ന മുത്തുനബി തങ്ങളുടെ പിരടിയിലേക്ക് ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ ഭാരത്താൽ എഴുന്നേൽക്കാൻ കഴിയാതെ സുജൂദിലിങ്ങനെ കിടക്കുമ്പോൾ അതെല്ലാം മാറ്റി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട ഉപ്പ, അങ്ങേ ഒന്ന് അള്ളാഹു എനിക്ക് സുജൂദ് ചെയ്യാൻ പോലും അവസരം നിഷേധിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ അങ്ങൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൂടെ? എന്താ ഫാത്തിമ ബീവിയോട് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ, അവർ വിവരമില്ലാത്തവരാണ്, അവർക്ക് അള്ളാഹു മാപ്പ് ചെയ്യട്ടെ എന്ന് പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനെ പലതരത്തിൽ നബി തങ്ങളെ ഉപദ്രവിച്ചു, കല്ലെടുത്തെറിഞ്ഞു, ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു, എല്ലാം തരത്തിലും. ത്വായിഫിൻ്റെ ആ പ്രദേശത്ത് പോയാൽ കാണാം, പുണ്യ റസൂലുള്ളാഹി തങ്ങൾ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് വന്ന് കൊണ്ട് ഉരുട്ടിയിടാൻ ശ്രമിച്ചു. മാത്രവുമല്ല, പുണ്യനബി തങ്ങളുടെ കല്ലെടുത്തെറിഞ്ഞു. അവിടുത്തെ ആ കാലിൽ നിന്ന് രക്തം പൊട്ടിയൊഴുകി, കുടിവെള്ളം പോലും നിഷേധിക്കപ്പെട്ടു. അങ്ങനത്തെ ആ സമൂഹത്തെ നശിപ്പിക്കാൻ അനുമതി തേടി ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങൊന്ന് അനുമതി നൽകിയാൽ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഇവരല്ലാഹു നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള അങ്ങൊന്ന് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴും, അള്ളാഹുവേ, ഈ സമൂഹത്തെ നീ അവർക്ക് മാപ്പ് കൊടുക്കണേ, അവർ വിവരമില്ലാത്തവരാണ് എന്ന് മാത്രമല്ല, നബി തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട ജിബ്രീലെ, ഇവരെ മൊത്തം നശിപ്പിച്ച് കാണുന്നതിനേക്കാളും നല്ലത് ഇവരുടെ സന്താന പരമ്പരയിൽ ആരെങ്കിലും ഒരാൾ ഈ സത്യസന്ദേശം സ്വീകരിക്കുന്നുവെങ്കിൽ അതാണ് ഇവരെ നശിപ്പിക്കുന്നതിനേക്കാളും ഞാൻ നല്ലതായി കാണുന്നത് എന്ന് പറഞ്ഞ കാരുണ്യത്തിൻ്റെ മകിടോദാഹരണമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണ് ശപിച്ചിട്ടുള്ളത്? അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചത് പലിശ വാങ്ങുന്നവനെ, പലിശ കൊടുക്കുന്നവനെ, പലിശയെ തീറ്റുന്നവനെ, പലിശയ്ക്ക് വേണ്ടി സാക്ഷി പറയുന്നവനെ. നമ്മൾ മനസ്സിലാക്കണം, ലഅന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വ മുകിലഹു വ ഷാഹിദഹു വ കാതിബഹു. പലിശ തിന്നുന്നവനെ,
പലിശ തിന്നിപ്പിക്കുന്നവനെ, പലിശയ്ക്ക് വേണ്ടി സാക്ഷി പറയുന്നവനെ, അതുപോലെ പലിശ എഴുതുന്നവനെ, ഇവരൊക്കെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അത്രമാത്രം ഗൗരവകരമായ ഇസ്ലാം 7 വൻകുറ്റങ്ങൾ എണ്ണിയപ്പോൾ അതിലൊന്ന് പലിശ തിന്നലാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇല്ലം തഫ്അലു ഫഅ്സനു ബിഹറബിൻ മിനല്ലാഹി വറസൂലി. നിങ്ങളാ പലിശ വാങ്ങുന്നത്, പലിശ വ്യവസായം നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ ആ ഒരു പലിശ. മാത്രമല്ല, പലിശ തിന്നുന്നവനെ ഇബ്അസു അഖില റിബ മജ്നൂന, ഭ്രാന്തനായിട്ടാണ് അവനെ അല്ലാഹു തആല പരലോകത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ആ പലിശ. മാത്രമല്ല, പലിശ അഖിലു റിബ സബബുൽ അജമി ദുഖൂലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക തടസ്സം അത് പലിശ തിന്നലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി പറഞ്ഞ ആ പലിശ, അത് വലിയ കുറ്റമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം കാണുകയാണ്. രണ്ടാമതാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചത്? ലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സതൽ മർഅതി, സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെ പുണ്യ റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. വൽ മർഅത തൽബസു ലിബ്സതൽ റജുലി, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഈ 2 വിഭാഗം ആളുകളെ അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചതാണ്. ഈ 2 കുറ്റങ്ങളും ഇന്ന് സർവ്വവ്യാപകമായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പലിശ സർവ ലോകത്തും സർവ മേഖലകളിലും പലിശ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലിശ കച്ചവടവും പലിശ വ്യാപാരവും പലിശയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികമായ ഇടപെടലുകളും അതിലൂടെ വലിയ സാമ്പത്തികമായ വലിയ മേൽക്കോയ്മ സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ഈ മത്സരങ്ങളും മനുഷ്യൻ അവസാനിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ സമ്പാദ്യത്തിൻ്റെ ലാഭങ്ങൾ, ആ ബറക്കത്തുകൾ പലിശ ഇല്ലാതെയാക്കിയിരിക്കുന്നു. രണ്ടാമത്, ഇന്ന് വസ്ത്രം വാങ്ങുന്നിടത്ത് ചെന്നാൽ സ്ത്രീകൾ വാങ്ങുന്ന വസ്ത്രവും പെൺകുട്ടികൾ വാങ്ങുന്ന വസ്ത്രവും അതൊക്കെ എങ്ങനത്തെ വസ്ത്രമാണ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. പുരുഷവേഷമാണ് യഥാർത്ഥത്തിൽ ചില പെൺകുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇസ്ലാം മതവിശ്വാസമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. അതുപോലെ സ്ത്രീ വേഷങ്ങൾ ധരിക്കുന്ന പുരുഷന്മാർ, ഈ 2 വിഭാഗം ആളുകളും പുണ്യ റസൂലുള്ളാഹിന്റെ ശാപമേറ്റവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിൽ മാറി നിന്ന് നല്ലൊരു ജീവിതം നയിച്ച് മാതൃകാപരമായി ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.